വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയായുള്ള സത്യപ്രതിജ്ഞയിൽ ഉണ്ടായിരുന്ന ആ വിവാദങ്ങളൊന്നും ബാധിക്കാതെ ഇത്തവണയും വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന പേര് പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വലിയ വിവാദമുണ്ടായി. പാർട്ടിയിൽ നിന്ന് അടക്കമുള്ള ആളുകൾ, യുവനേതാക്കളിൽ പലരും, ജിൻഡോ ജോണും PR അനൂപും അടക്കമുള്ള ആളുകളൊക്കെ ആ വിമർശനം ഉന്നയിച്ചെങ്കിൽ കൂടി സതീശൻ അതിൽ ഒരു മാറ്റവും വരുത്തിയില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആദ്യം തന്നെ പോയി അഭിവാദ്യം ചെയ്തു, കൈകൊടുത്തു. അതിനുശേഷം ഇപ്പോൾ പ്രോട്ടം സ്പീക്കർക്ക് അടുത്തേക്ക് പോവുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ MJ. പൂഞ്ഞാർ മണ്ഡലത്തിലെ MLA സെബാസ്റ്റ്യൻ MJ. ശ്രീ സെബാസ്റ്റ്യൻ MJ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. മണി കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച സെബാസ്റ്റ്യൻ കൊളത്തിങ്കലിനെ പരാജയപ്പെടുത്തിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സെബാസ്റ്റ്യൻ MJ പൂഞ്ഞാറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. PC ജോർജ് ആയിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. എന്തായാലും ആ മണ്ഡലം UDFന് വേണ്ടി പിടിച്ചെടുത്തു MJ സെബാസ്റ്റ്യൻ. വേങ്ങരയിൽ നിന്ന് വിജയിച്ച് ഇപ്പോൾ VD സതീശൻ മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായ KM ഷാജി അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. KM ഷാജി എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മുസ്ലിം ലീഗിലെ തീപ്പൊരി പ്രാസംഗികരിൽ ഒരാളായി വളർന്നു വന്ന നേതാവാണ് KM ഷാജി. നേരത്തെ അഴീക്കോട് MLA ആയ KM ഷാജി അവിടെ കഴിഞ്ഞ തവണ പരാജയം ഏറ്റുവാങ്ങി. ഇത്തവണ വീണ്ടും വേങ്ങരയിലേക്ക് എത്തിയപ്പോൾ KM ഷാജി പ്രോട്ടം സ്പീക്കർക്ക് അടുത്തേക്ക് പോവുകയാണ്. അടുത്തതായി N ശക്തനാണ്. നേരത്തെ സ്പീക്കർ കൂടിയായ N ശക്തൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് ആ മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ടുള്ള ഒരു തിരിച്ചുവരവാണ്. നെയ്യാറ്റിൻകരയെ CPIMൽ നിന്ന് ആ മണ്ഡലം കോൺഗ്രസിനായി പിടിച്ചെടുത്തുകൊണ്ടുള്ള N ശക്തൻ്റെ നിയമസഭയിലേക്കുള്ള വരവ്. N ശക്തൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് N ശക്തന്റെയും സത്യപ്രതിജ്ഞ. നേരത്തെ മന്ത്രിയാകും എന്ന് കരുതിയിരുന്ന കോൺഗ്രസ് നേതാക്കളിൽ പ്രധാനിയായിരുന്നു N ശക്തൻ. എന്തായാലും മുതിർന്ന നേതാവ്, മുൻപ് സ്പീക്കറൊക്കെ ആയതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ N ശക്തൻ ഈ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന് തുടക്കത്തിൽ കരുതിയിരുന്നു. പക്ഷേ അവസാന ഘട്ടത്തിൽ ഒഴിവാക്കപ്പെട്ടു. അതിൻ്റെ അതൃപ്തി
അറിയിക്കുക കൂടി ചെയ്ത നേതാവാണ്. എന്തായാലും എൻ ശക്തൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള MLA 6966 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ നെയ്യാറ്റിൻകരയിൽ നിന്ന് എൻ ശക്തൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. അരൂരിൽ നിന്നുള്ള നിയമസഭാംഗം നേരത്തെയും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചു എങ്കിൽ കൂടി ആ മണ്ഡലം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിരുന്നു UDF-ന്. ഇത്തവണ UDF-നായി മത്സരിച്ച് ആ മണ്ഡലം, അരൂർ മണ്ഡലം പിടിച്ചെടുത്താണ് ഷാനിമോൾ ഉസ്മാൻ ഒരിക്കൽ കൂടി നിയമസഭയിലേക്ക് വരുന്നത്. ഷാനിമോൾ ഉസ്മാൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എന്തായാലും ഇത്തവണ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന സ്ഥാനം കൂടി ഷാനിമോൾ ഉസ്മാനുണ്ട്. വളരെ അപൂർവമായി വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് വനിതകളിൽ ഡെപ്യൂട്ടി സ്പീക്കറായി നിന്നിട്ടുള്ളത് എന്നതുകൂടിയുണ്ട്. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കറായി കോൺഗ്രസ് ഇത്തവണ മന്ത്രിയാകും എന്ന് കരുതിയ നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ഷാനിമോൾ ഉസ്മാൻ. എന്തായാലും ഡെപ്യൂട്ടി സ്പീക്കറായ ഷാനിമോൾ ഉസ്മാനും MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അടുത്തതായി ഷിബു ബോബി ജോൺ VD സതീശൻ സർക്കാരിലെ മന്ത്രി കൂടിയാണ്. RSPയുടെ പ്രധാനപ്പെട്ട നേതാവ്, കൊല്ലത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ്. ചവറയിൽ ഇത്തവണ വിജയിച്ചുകൊണ്ട് RSP ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. അതിന് പ്രധാനിയായി നിന്നുകൊണ്ട് ഉള്ള നേതാവ്, മുൻപ് മന്ത്രിയായിരുന്ന ആൾ, ഉമ്മൻചാണ്ടി സർക്കാരിലെ മന്ത്രിയായ ഷിബു ബേബി ജോൺ, having been elected a member of the Legislative Assembly, do solemnly affirm that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. ശ്രീ ഷിബു തെക്കുംപുറം. കോതമംഗലത്തു നിന്നുള്ള MLA ഷിബു തെക്കുംപുറമാണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 16,859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കോതമംഗലത്ത് നിന്ന് ആന്റണി ജോണിനെ ഷിബു തെക്കുംപുറം പരാജയപ്പെടുത്തി. ഷിബു തെക്കുംപുറം എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കേരള കോൺഗ്രസിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം കഴിഞ്ഞ 2 തവണ CPI-ന് വേണ്ടി ആന്റണി ജോൺ പിടിച്ചെടുത്തതാണ്. അവിടെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷിബു തെക്കുംപുറം ആ മണ്ഡലം പിടിച്ചെടുത്തു. ശ്രീ T. സിദ്ദിഖ്. സിദ്ദിഖ് ഈ VD സതീശൻ സർക്കാരിലെ മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, കൽപ്പറ്റ മണ്ഡലത്തിന്റെ ഒരു വലിയ UDF-ന്റെ ഒരു മുന്നേറ്റം സാധ്യമാക്കിയ ആൾ കൂടിയാണ്. കഴിഞ്ഞ തവണ വളരെ ചെറിയ ഒരു വോട്ടിന് ജയിച്ചിരുന്ന T. സിദ്ദിഖ് ഇത്തവണത്തെ ഭൂരിപക്ഷം 45,031 എന്ന വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ച ആൾ കൂടിയാണ്. എന്തായാലും T. സിദ്ദിഖ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.